ഒരിക്കൽ മാതാ സീതാദേവി തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം ശിവപാർവതിയെ പൂജിക്കാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭക്തിയും ആനന്ദവും നിറഞ്ഞ മനസ്സോടെ അവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അപ്പോൾ മാതാ സീത പറഞ്ഞു, നമുക്ക് ശിവപാർവതിയെ പ്രദക്ഷിണം ചെയ്യണം. അങ്ങനെ സഹോദരിമാർ ഒരുമിച്ച് ആ ദിവ്യ ദമ്പതികളെ വലംവയ്ക്കാൻ തുടങ്ങി. ഓരോ ചുവടിലും അവരുടെ മനസ്സിൽ ഭഗവാനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. ആ നിമിഷം പ്രപഞ്ചം മുഴുവൻ അവരുടെ ഭക്തിയിൽ ലയിച്ചതുപോലെ തോന്നി. അതേസമയം പ്രപഞ്ചനാഥനായ ശ്രീരാമൻ തന്റെ ഹൃദയത്തിൽ ഈശ്വര ചിന്ത നിറച്ച് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ വനത്തിലേക്ക് എത്തിച്ചേർന്നു. ഓരോ പുഷ്പത്തിലും ഈശ്വരന്റെ സൗന്ദര്യം അദ്ദേഹം കണ്ടു. പെട്ടെന്ന് വഴിയിൽ നിന്ന ഒരു പൂവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കി. ആ നിമിഷം മഹാദേവൻ തന്റെ ലീലയാൽ ഒരു പുഷ്പം ആ ചെടിയിൽ നിന്ന് താഴെ വീഴ്ത്തി. ഇത് കണ്ട പാർവതി ദേവി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രഭു, ശ്രീരാമൻ മുന്നോട്ടു പോകാനും അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയായ സീതയുമായി ആദ്യമായി കണ്ടുമുട്ടാനും വേണ്ടിയാണല്ലോ അങ്ങ് ഇത് ചെയ്തത്. മാതാ സീതയുടെയും ശ്രീരാമന്റെയും കൂടിക്കാഴ്ചയ്ക്കായി ദേവന്മാരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. താഴെ വീണ ആ ദിവ്യ പുഷ്പം തേടി ശ്രീരാമൻ മുന്നോട്ട് നടന്നു.